ഞാൻ ആലപ്പുഴ ജില്ലയിലെ തത്തമ്പള്ളി ഇടവയിൽ നിന്നാണ് വരുന്നത്. ആദ്യമായി എന്നെ ഇവിടെ സാക്ഷ്യം പറയാൻ നിർത്തിയതിന് പരിശുദ്ധ മാതാവിന് 1000 നന്ദി പറയുന്നു. ഞാനൊരു നേഴ്സാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ എന്നെ ആദ്യം പ്രേരിപ്പിച്ചത് എൻ്റെ അമ്മയാണ്. അമ്മ എപ്പോഴും ഇവിടെ കൃപാസനത്തിൽ വന്ന് എപ്പോഴും പ്രാർത്ഥിക്കുന്നതാണ്. അപ്പം എനിക്കറിയത്തില്ല, ഇവിടെ വന്ന് ഇങ്ങനെ എല്ലാവർക്കും അനുഗ്രഹം കിട്ടുന്നുണ്ട്, എനിക്ക് കിട്ടുമോ ഇല്ലയോ അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പം അമ്മയുടെ നിർബന്ധം കാരണം ഞാനിവിടെ 2021 മാർച്ച് 30 ഇവിടെ ആദ്യമായിട്ടൊന്ന് ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഞാൻ ഒട്ടും പ്രാർത്ഥിച്ചൊരുങ്ങാതെയാണ് ഞാൻ ആ ഉടമ്പടി എടുക്കാൻ വന്നേ. ഞാനൊന്ന് കുമ്പസാരിക്കുകയോ ഒന്നും ചെയ്തില്ല. എന്നെ രാവിലെ എഴുന്നേൽപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് എന്നെ ഉടമ്പടി എടുക്കാൻ നിർത്തിയേക്കുക. അപ്പം ഞാനിങ്ങനെ ക്യൂവിലൊക്കെ ഇങ്ങനെ നിന്ന് ഞാനങ്ങ് മേളിൽ പോയി അച്ഛൻ്റെ ധ്യാനമൊക്കെ കേൾക്കുക. അപ്പോൾ ഇടയ്ക്കെപ്പോഴൊക്കെയോ ഞാൻ ഉറങ്ങിപ്പോകുന്നുണ്ട്. പക്ഷേ എനിക്ക് എങ്ങനെയും IELTS പാസ്സാവണമല്ലോ. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്താൽ കിട്ടുമെന്ന് ഞാനിങ്ങനെ അമ്മ അറിഞ്ഞതുകൊണ്ട് ഞാനിങ്ങനെ വന്നതാണ്. പക്ഷേ അതുകൊണ്ട് എൻ്റെ മാതാവ് ആ ഉടമ്പടി പാലിക്കാൻ എന്നെ അനുവദിച്ചില്ല. ഞാൻ രാവിലെ 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. 5:30 പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തലകറങ്ങി താഴ്ത്ത് വീഴും. എന്ന് പറഞ്ഞാൽ കണ്ണിൽ മൊത്തം ഇരുട്ട് കയറിയിട്ട് വിറയ്ക്കുക, തലകറങ്ങി താഴ്ത്ത് വീഴും. അപ്പം വീട്ടിലെല്ലാവരും എഴുന്നേറ്റ് വരുമ്പം ഞാൻ ആ ഹോളിൽ കിടന്ന് ഉറങ്ങുമായിരിക്കും. പിറ്റേ ദിവസവും 5:30 എഴുന്നേക്കും, ഞാൻ ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് എഴുന്നേക്കും. പക്ഷെ ഞാൻ തലകറങ്ങി താഴ്ത്തി വീഴും. അങ്ങനെ മാതാവിന് പോലും ഇഷ്ടപ്പെട്ടില്ല ഞാൻ അങ്ങനെ വന്ന് ഒരുങ്ങാതെ വന്ന് ഉടമ്പടി എടുത്തിട്ട്. അങ്ങനെ ഞാൻ എങ്ങനെയോ ആ ഉടമ്പടി അതങ്ങ് പാലിക്കാതെ പോയി. അപ്പം എൻ്റെ കഴിവിനെ ഞാൻ ഒത്തിരി വിശ്വസിക്കുമായിരുന്നു. കാരണം എനിക്ക് സ്പീക്കിങ് നന്നായി പറയാൻ പറ്റും, അങ്ങനെയൊക്കെ എനിക്ക് ഇച്ചിരി അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ IELTS അങ്ങ് പഠിക്കുക. അപ്പം എല്ലാവരും പറയുന്നുണ്ട് നേഴ്സല്ലേ OET പഠിക്കുക. അപ്പം ഞാൻ എല്ലാവർക്കും പാടുള്ളത് ഞാൻ പഠിച്ച് പാസ്സായി കാണിക്കാം എന്ന് പറഞ്ഞാണ് ഞാൻ IELTS എടുത്ത് പഠിക്കാൻ തുടങ്ങിയത്. പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഭയങ്കര പാടാണ്. പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒരു അത്ഭുതം നടന്നാലോ എന്ന് വിചാരിച്ച് ഞാൻ IELTS പഠിക്കുക. അങ്ങനെ പരീക്ഷ എഴുതി പഠിക്കുന്നതൊന്നുമല്ല, അവിടെ പോയി ഇരുന്ന് ചെയ്യുന്നതെല്ലാം മണ്ടത്തരമായിരിക്കും. ചോദിക്കുന്ന ക്വസ്റ്റ്യന് വേറെ എന്തെങ്കിലും എസ്സേ ആയിരിക്കും എഴുതി വെക്കുന്നത്. എന്നിട്ട് അത് ശരിയാണെന്നും പറഞ്ഞ് വരും. വീട്ടിൽ വന്ന് നോക്കുമ്പോഴാണ് അതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാകും. അപ്പം ഓരോ പ്രാവശ്യവും റിസൾട്ട് നോക്കുമ്പം എൻ്റെ അമ്മയ്ക്ക് നല്ല വിശ്വാസമാണ്. അമ്മ ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മ പറയും മോനെ നിനക്ക് കിട്ടും എന്ന് എന്നോട് ഇങ്ങനെ പറയും. റിസൾട്ട് നോക്കുമ്പോൾ കരഞ്ഞു പോയി ബോധം കെട്ട് താഴ്ത്ത് വീഴും. ഇതങ്ങ് കണ്ടിന്യൂസ് 3 പ്രാവശ്യം ഞാൻ IELTS എഴുതി. എൻ്റെ അഹങ്കാരത്തിൻ്റെ പുറത്ത് ഞാൻ 3 പ്രാവശ്യം എഴുതി. 3 പ്രാവശ്യം ഞാൻ തോക്കുക. അപ്പോൾ എനിക്കിനി മനസ്സിലായി ഇത്രയൊക്കെ പരാജയപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് ഞാൻ മാതാവിൻ്റെ അടുത്ത് പിന്നെയും തിരിച്ച് വരാഞ്ഞ്. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഞാൻ യൂട്യൂബിലെ വീഡിയോസ് കാണുന്ന കൂട്ടത്തിൽ ഞാനൊരു കൊച്ചിൻ്റെ സാക്ഷ്യം ഇങ്ങനെ കേട്ടു. ഉടമ്പടി പാലിക്കാതിരുന്നിട്ട് 2ാമത് ഉടമ്പടി പുതുക്കി കൃത്യതയോടെ എല്ലാം ചെയ്ത് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചൊരുങ്ങി പരീക്ഷ പാസ്സായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ തെറ്റുമൊക്കെ ഒന്ന് തിരുത്തി ഒന്ന് പ്രാർത്ഥിച്ചൊരുങ്ങാം. അങ്ങനെ ഞാൻ ഒക്ടോബർ 30 ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യം ഇവിടെ വന്നിട്ട് കുമ്പസാരിക്കുന്ന എവിടെയാണെന്നാണ് ചോദിച്ചത്. ഞാനൊന്ന് നല്ലപോലെ ഒന്ന് കുമ്പസാരിച്ച് ഒരുങ്ങി ഞാൻ അങ്ങനെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി ചെന്നു. ഉടമ്പടിയിൽ ഇങ്ങനെ നമുക്കിങ്ങനെ മാർക്ക് ഇടുമല്ലോ, ഇങ്ങനെ നമ്മൾ ആദ്യത്തെ ഉടമ്പടിയിൽ ചെയ്ത കാര്യങ്ങൾ എനിക്കെല്ലാം 2 മാർക്കാണ്. എന്നുവെച്ചാൽ അത് ലീസ്റ്റ് സ്കോറാണ്. അപ്പം ഞാനതും കൊണ്ട് ഉടമ്പടി സൈൻ ചെയ്യുന്ന കൗൺസിലറിൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും ആ കൗൺസിലർ പറഞ്ഞു എൻ്റെ മോളെ ഉടമ്പടി എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിൻ്റെ പ്രാർത്ഥന ചേമ്പലയിൽ വെള്ളമൊഴിച്ച പോലെ ആവരുത് എന്ന് പറഞ്ഞാൽ എന്നെ അവരുടെ മുന്നിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കാകെ അങ്ങ് വിഷമമായി. അപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു ഇല്ല ഇപ്രാവശ്യത്തെ ഉടമ്പടി എന്തായാലും ചേമ്പലയിലെ വെള്ളം പോലെ ആവത്തില്ല. ഞാൻ അടുത്ത പ്രാവശ്യം ഞാൻ പുതുക്കാൻ വരുമ്പം എല്ലാത്തിനും 5 സ്കോർ എനിക്ക് കിട്ടും. ഞാൻ കൃത്യമായി കുമ്പസാരിക്കും, കുർബാനയ്ക്ക് പോകും, അതൊക്കെ ഞാൻ 5 മേടിക്കും എന്ന് ഉറച്ച് ഞാൻ ഇവിടെ ഒന്ന് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ മാതാവ് ഞാൻ OET പഠിക്കാൻ പോകുക. എനിക്കറിയത്തില്ല ഇനി ഇത് പാസ്സാവുമെന്ന്. കാരണം 3 എക്സാം ഞാൻ തോറ്റതാണല്ലോ IELTS. അപ്പം ഞാൻ ഇനി ഒന്ന് OET പഠിക്കാം. മാതാവ് എന്നെ ഒന്ന് ജയിപ്പിക്കണേ മാതാവ്. ഞാൻ 1.5 വർഷമായില്ലേ മാതാവേ ഞാൻ ഇങ്ങനെ നടന്ന് ഞാൻ രാപ്പകലില്ലാതെ പഠിക്കുമല്ലേ മാതാവേ, ഒന്ന് എൻ്റെ പ്രാർത്ഥന കേൾക്കണേ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ തപ്പി കണ്ടുപിടിച്ച് ഞാൻ അങ്ങനെ പഠിക്കാൻ ചേർന്നു. 2 മാസം ഞാൻ പഠിച്ചു നല്ലോണം പക്ഷേ പണ്ടൊക്കെ ഞാൻ പഠിച്ചിട്ട് ഇങ്ങനെ തല മരവിച്ചിരിക്കുന്ന പോലെ തോന്നുമ്പം ഞാനിരുന്ന് ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോസ് കണ്ട് ഒന്ന് എൻ്റർടൈമായിട്ട് അടുത്തത് പഠിക്കാൻ പോകും. അങ്ങനെയാണ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ അങ്ങനെയല്ല ചെയ്തത്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോറടിക്കുമ്പം ഞാൻ പോയിട്ട് സാക്ഷ്യം കേട്ട് ഞാൻ പിന്നെയും സാക്ഷ്യം കേട്ട് പിന്നെ എനിക്ക് ഉണർവാകും. അപ്പം ഞാൻ പിന്നെയും പഠിക്കും. അങ്ങനെ രാവിലെ 5:30 പ്രത്യക്ഷീകരണം കഴിഞ്ഞാൽ പഠിക്കാനിരിക്കുന്ന ഞാൻ
വൈകിട്ട് കിടക്കുന്ന ഇവിടുത്തെ പ്രാർത്ഥന ചൊല്ലി തീർന്നാലും ഇവിടെ കിടക്കുന്നവരെ ഞാൻ പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ സാക്ഷ്യം കേൾക്കും. ഒരു ദിവസം ഞാൻ ഒരു 10-15 സാക്ഷ്യമെങ്കിലും വെച്ച് ഞാൻ ഈ പഠിക്കുന്നതിൻ്റെ ഇടയിൽ കേൾക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങി. ഞാൻ ഇതുപോലെ പ്രാർത്ഥിച്ചൊരുങ്ങിയ ഒരു എക്സാം ഞാൻ ഇന്നേ വരെ എഴുതിയിട്ടില്ല. ഞാനങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി ഞാൻ ഇവിടെ വന്ന് ഹോൾ ടിക്കറ്റ് ഞാൻ വെഞ്ചരിച്ചപ്പം എനിക്ക് അച്ഛനെ കാണാൻ പറ്റി. അച്ഛനെ കാണാൻ വന്നപ്പം ഒരു ചേച്ചി 14 പ്രാവശ്യം OET എഴുതി പാസ്സാവാതെ നിന്നിട്ട് ഇവിടെ അച്ഛനെ കാണാൻ വന്നതുകൊണ്ടായിരുന്നു. അപ്പം ആ ചേച്ചി പറയുന്ന കേട്ടപ്പോൾ എനിക്ക് ഇങ്ങനെ കരച്ചിൽ വന്നു. ആ ചേച്ചി ഇങ്ങനെ വിങ്ങി പൊട്ടി അച്ഛനോട് ഇങ്ങനെ കഥകൾ പറയാം. അപ്പം എനിക്ക് വിഷമം വന്നിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ആ ചേച്ചിക്ക് പ്രാർത്ഥിച്ചു. കാരണം ഞാനും ആ ചേച്ചി ഒരേ ഡേറ്റാണ് എടുത്തേക്കുന്നത്, December 2. അത് മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ എടുത്ത ഡേറ്റ്. അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ ഇനി ആ ചേച്ചീനെ ഒന്ന് പരീക്ഷയ്ക്ക്, ഇനി ആ ചേച്ചീനെ 15ാമത്തെ വട്ടം ഇനി എഴുതിപ്പിക്കല്ലേ മാതാവേ എന്ന് ഞാൻ ഇവിടെ മുട്ടുകുത്തിന്ന് ആ ചേച്ചിക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് അച്ഛനേക്ക് കാശ് രൂപമൊക്കെ വന്നിട്ട് പറഞ്ഞു, പോയി രക്ഷപ്പെടും മക്കളെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മയോട് പോയി ഇങ്ങനെ പറഞ്ഞു, അമ്മേ അച്ഛൻ തലയിൽ കൈവച്ചൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം അമ്മ ചോദിച്ചു, മോനെ അച്ഛൻ പറഞ്ഞോ സാക്ഷ്യം പറയാൻ വരണമെന്ന് പറഞ്ഞോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല, പോയി രക്ഷപ്പെടാൻ പറഞ്ഞത്. അമ്മ പറഞ്ഞു, അത് മതിയല്ലോ, അച്ഛൻ രക്ഷപ്പെടാൻ പറഞ്ഞെങ്കിൽ പിന്നെ എന്നാ, നമുക്ക് പരീക്ഷയ്ക്ക് മാതാവിനെ വിളിച്ചുകൊണ്ട് പോകാം, മാതാവ് വരുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഞാൻ എപ്പോഴും പ്രത്യക്ഷീകരണം ഇങ്ങനെ കാണാതെ പഠിച്ച് അമ്മയെ കൊണ്ട് പഠിപ്പിക്കുമായിരുന്നു. കാരണം എപ്പോഴും അത് ചൊല്ലിക്കൊണ്ട് നടക്കാൻ വേണ്ടി അത് ഞാൻ ഈ വിശ്വാസ പ്രമാണം പോലെ കാണാതെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ പഠിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കാണാതെ പഠിക്കാൻ പറ്റും. അപ്പോൾ അമ്മയ്ക്ക് അത് പറ്റത്തില്ല. അപ്പോൾ അപ്പനെ ഞാനിങ്ങനെ ഓരോ പണിഷ്മെൻറ്റ് കൊടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മാതാവ് കേൾക്കത്തില്ല, മൊത്തം കാണാതെ ചൊല്ല. അങ്ങനെ അമ്മേനെ വഴക്ക് പറയിപ്പിച്ച് ഞാൻ പ്രത്യക്ഷീകരണം അമ്മേനെ കൊണ്ടും കാണാതെ പഠിപ്പിച്ചു, ഞാനും പഠിച്ചു. അപ്പം ഞങ്ങൾ നടക്കുന്ന വഴി ഇരിക്കുന്ന വഴിയൊക്കെ ഈ പ്രത്യക്ഷീകരണം മാത്രമേ ചൊല്ലാറുള്ളൂ. അപ്പം പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാനൊന്നും പഠിക്കുന്നില്ല, ഞാൻ പ്രത്യക്ഷീകരണം മാത്രം ചൊല്ലിക്കോളാന്ന് പറഞ്ഞ് ഞാൻ കയ്യിൽ ഈ കാശുരൂപവും പിടിച്ച് പ്രത്യക്ഷീകരണം ചൊല്ലി എനിക്ക് മൂവാറ്റുപുഴയിലെ എക്സാം, ഞാൻ അവിടെ വരെ പ്രത്യക്ഷീകരണം ചൊല്ലിപ്പോയി. അവിടെ ചെന്ന് ഞങ്ങൾ ആ എക്സാം സെൻറ്ററിന് ചുറ്റും നടന്ന് പ്രാർത്ഥിച്ച് ഞാൻ കുറേ സാക്ഷ്യത്തെ കേട്ടിട്ടുണ്ട്. എക്സാം സെൻറ്ററിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഇനി എക്സാമിൽ സെൻറ്ററിൽ വരത്തരുതേ, എന്നെ എക്സാം പാസ്സാക്കണമെന്ന് പറഞ്ഞ് പോയവരൊക്കെ പാസ്സായിട്ടുണ്ട്. അപ്പം ഞാനും അതേപോലെ വിശ്വസിച്ച് എക്സാം സെൻറ്ററിന് ചുറ്റും ഞാൻ ഉപ്പ് വിതറി. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് ഏറ്റവും പാടുള്ള പരീക്ഷയാണ് 3 എന്തെന്ന് പറയുന്നത്, ലിസണിങ്, റീഡിങ്, റൈറ്റിങ്. അപ്പം അമ്മ ഓരോ മണിക്കൂറും പ്രത്യക്ഷീകരണം ചൊല്ലിയിട്ട് അമ്മ എനിക്ക് വേണ്ടി ഉപ്പ് കഴിക്കണേ അമ്മയെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ എക്സാം ഹാളിൽ കയറിയതും. അപ്പം ഇവർ സെർച്ച് ചെയ്യുമല്ലോ നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നറിയാം. അപ്പം ഞാൻ എൻ്റെ കട്ടറിനകത്ത് ഇവിടുത്തെ ഉപ്പ് ഞാൻ കട്ടറിൽ ഒളിപ്പിച്ച് വെച്ചായിരുന്നു. കാരണം എക്സാം ഹാളിൽ ഇരിക്കുമ്പം എനിക്ക് പേപ്പറിലൊക്കെ ഉപ്പ് എഴുതാനാണ് എനിക്ക് വിശ്വാസമാണ് മാതാവിനെ രക്ഷിക്കുന്നു. അങ്ങനെ ഞാൻ പോയിരുന്നു. അപ്പം ലിസണിങ് എനിക്ക് ഏറ്റവും എളുപ്പമാണ്. കാരണം എനിക്കെപ്പോഴും ലിസണിങ് വീട്ടിൽ ചെയ്യുമ്പോൾ നല്ല മാർക്ക് കിട്ടാറുണ്ട്. അപ്പം ഞാനങ്ങ് സന്തോഷത്തോടെ ലിസണിങ് എക്സാം എഴുതാൻ തുടങ്ങി. ഞാൻ എല്ലാം കേട്ടു. എനിക്ക് 1 തൊട്ട് 24 വരെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സാണ്. ആ 24 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും എനിക്ക് കേൾക്കാൻ പറ്റി. അപ്പം ഞാൻ സന്തോഷിച്ചു. പക്ഷേ തൊട്ടടുത്തുള്ള ആൻസർ വിട്ടു പോകാതിരിക്കാൻ എല്ലാം ഷോർട്ട് ഫോമാണ് എഴുതിയേക്കുന്നത്. കാരണം അവസാനം 2 മിനിറ്റ് അവർ തരുമല്ലോ, അത് തൂത്തിട്ട് നമുക്ക് വൃത്തിയായിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതൊക്കെ എഴുതാം. ആ ഒരു ചിന്തയിൽ ഞാൻ എല്ലാം ഷോർട്ട് ഫോം എഴുതി. കാരണം ഒരു ആൻസർ പോലും വിടരുത്. അങ്ങനെ ഞാൻ എല്ലാം എഴുതി. പിന്നെ ബാക്കി 20 ക്വസ്റ്റ്യൻ ബബിൾ ചെയ്യണം. അപ്പോൾ ബബിൾ ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പം ഫുൾ ബബിൾ ചെയ്താൽ മാത്രമേ നമുക്ക് കമ്പ്യൂട്ടർ വാലുവേഷൻ നമുക്ക് അപ്രൂവ് ആവത്തുള്ളൂ. അപ്പം ഞാൻ 34 ഇത് ആൻസർ കറക്റ്റ് ആയിരിക്കാം. അപ്പം ഞാൻ പകുതി ബബിൾ ചെയ്തിട്ട് അടുത്തതിലേക്ക് പോകും. കാരണം ഒന്നും വിടരില്ലെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട്. അങ്ങനെ 2 മിനിറ്റിൽ ഞാൻ തൂത്ത് തുടച്ചെല്ലാം എഴുതി വന്നപ്പം സമയം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അവരെന്നെ നിന്ന് പേപ്പർ മേടിച്ചിട്ടുണ്ടേ. ബാക്കി 12 ക്വസ്റ്റ്യൻസ് ഷോർട്ട് ഫോം എഴുതിയത് വായിക്കാനും പറ്റിയില്ല, പുറകിൽ എഴുതിയിരിക്കുന്നത് ബബിളിൽ കറപ്പിക്കാനും പറ്റിയില്ല ഒന്നും കൂടെ. അപ്പം എനിക്ക് ഉറപ്പായി വല്ല 12 മാർക്ക് വല്ലതും കിട്ടുമായിരിക്കും. 42-ൽ 30 വേണം എനിക്ക് B കിട്ടാൻ. അപ്പം ഞാൻ ഇങ്ങനെ സാധാരണ എക്സാമുകളൊക്കെ എഴുതുമ്പം ആദ്യത്തെ എക്സാം കൊളയായി പോയാൽ ഞാനിരുന്ന് അങ്ങ് കരയും, അങ്ങ് വെപ്രാളപ്പെടും. പിന്നെ എഴുതുന്നതെല്ലാം തെറ്റായിരിക്കും. അപ്പം ഞാനിങ്ങനെ വെപ്രാളപ്പെടാൻ വേണ്ടി ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്നോട് മനസ്സിരുന്ന് ആരാ പറയാം, എന്തിനാ പേടിക്കുന്നത്, മാതാവുണ്ടല്ലോ, ഞാൻ അടുത്ത എക്സാം അടുത്ത എക്സാം പേടിക്കണ്ട, ഞാനില്ലേ കൂടെ എന്ന് ആരും ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാനോർത്ത് ശരിയാ, ഞാൻ എന്തിനാ പേടിക്കുന്നത്, അയാൾ പേപ്പർ മേടിച്ചുകൊണ്ട് വേണേ പോട്ടെ, അടുത്ത റീഡിംഗ് അല്ലേ, 15 മിനിറ്റിൽ 20 ക്വസ്റ്റ്യൻ എഴുതണം. ഇന്നേ വരെ ഞാൻ 15 മിനിറ്റിൽ 20 ക്വസ്റ്റ്യൻ്റെ ആൻസർ 4 പാസേജിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടില്ല. എപ്പോഴും എനിക്ക് സമയം ഇനിയും എക്സ്ട്രാ വേണം. അപ്പോൾ ഒരു പേപ്പർ കൊണ്ടു. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ച്, മാതാവേ വരുന്നത് എന്ത് പാടാണേലും എനിക്ക് പറഞ്ഞു തരണേ, എനിക്കൊന്നും അറിയത്തില്ല റീഡിങ്. അപ്പം റീഡിങ് എപ്പോഴും ടഫാണ് എല്ലാവർക്കും വരാറ്.
അപ്പം അങ്ങനെ വന്നു. അപ്പം ഞാൻ 20 ക്വസ്റ്റ്യൻ 7 മിനിറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. എങ്ങനെ കംപ്ലീറ്റ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ നോക്കുന്നിടത്ത് എനിക്ക് ആൻസർ മാതാവ് കാണിച്ചു തരുന്നുണ്ട്. ഞാൻ ഒന്നിൻ്റെ ആൻസർ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മനസ്സിലാവില്ല. പെട്ടെന്ന് നോക്കുമ്പം ഒന്നിൻ്റെ ആൻസർ ഇതാണെന്ന് ആരോ എനിക്ക് പറഞ്ഞു തരാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഞാൻ പെട്ടെന്ന് അത് എഴുതുക, ഹാൻഡ് റൈറ്റിംഗ് ഒന്നും നോക്കുന്നില്ല, റണ്ണിങ് ലെറ്റേഴ്സിൽ അങ്ങ് എഴുതി പോവാ. 7 മിനിറ്റ് കഴിഞ്ഞു, രണ്ടാമത്തെ ക്രോസ് ചെക്ക് ചെയ്യാൻ കിട്ടി. പിന്നെ ബി പാർട്ടും ABC എന്തൊക്കെയോ ഞാൻ കർപ്പിക്കുന്നുണ്ട്. എനിക്കതൊന്നും വായിച്ചിട്ട് മനസ്സിലാവുന്ന പോലും ഇല്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് റൈറ്റിംഗ് തുടങ്ങിയപ്പം ആകെ 45 മിനിറ്റേ ഉള്ളൂ. അതിൽ 15 മിനിറ്റ് ഞാൻ ചിന്തിക്കുക, ക്വസ്റ്റ്യൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, എന്ത് ലെറ്ററാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവരും എഴുതി. ഇനിയപ്പോൾ അവിടെ അനൗൺസ്മെൻറ്റ് വന്നു, ഇനി 15 മിനിറ്റും കൂടെ ബാക്കിയുള്ളൂ. അപ്പം ഞാൻ മാതാവിനോട് എന്തെങ്കിലും എനിക്ക് ഈ പേപ്പറിൽ എഴുതാനൊന്ന് പറഞ്ഞതാ മാതാവേ, ലെറ്റർ ഞാൻ എന്തെങ്കിലും എഴുതിക്കോട്ടെ. അപ്പോൾ 300 വേർഡ്സ് എനിക്ക് എഴുതണം. അപ്പം ഞാൻ സാധാരണ ഞാൻ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുമ്പം എനിക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ളത് റൈറ്റിങ്ങാണ്. ഞാൻ നന്നായിട്ട് എഴുതാറുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട് എൻ്റെ ട്യൂട്ടേഴ്സ്. അപ്പം ഞാൻ ആ ഒരു സന്തോഷത്തിലാണ് തുടങ്ങിയത്. പക്ഷേ എനിക്ക് പെൻസിൽ എനിക്ക് നീങ്ങുന്നില്ല എഴുതാനായിട്ട്. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പം എനിക്ക് എന്തൊക്കെയോ പറഞ്ഞു, എന്തോ ഞാൻ എഴുതി. പക്ഷേ അതൊന്നും ശരിയാണെന്ന് അറിയില്ല. വെറും 1/2 പേജ് മാത്രമേ ഞാൻ എഴുതിയുള്ളൂ. ബാക്കി ഇപ്പുറത്തെ പേജ് വെറുതെ കൊടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ചുമ്മാ അവിടെ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് ആ തന്ന അഡ്രസ്സൊക്കെ തന്നെ അങ്ങ് എഴുതുക, രജിസ്റ്റേർഡ് നേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഞാനങ്ങ് വിഷമിച്ച് കൊടുത്ത്. അപ്പം ഇനി എനിക്ക് സ്പീക്കിങ് 4:30 ടൈം കിട്ടിയേക്കുന്നത്. ആ 4:30 വരെ ഞാൻ 1 മണിക്ക് എക്സാം കഴിഞ്ഞാൽ 4:30 വരെ ഹാളിൽ വെയിറ്റ് ചെയ്തിരിക്കണം നമ്മുടെ പേര് വിളിക്കുന്നത് വരെ. അപ്പം ആ സമയത്ത് പിള്ളേരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആൻസർ അങ്ങനെയല്ലേ, ലെറ്റർ എഴുതിയത് ഇങ്ങനെയല്ലേ. അപ്പം ഞാനിങ്ങനെ ഓർക്കുക, ദൈവമേ ഇതൊന്നുമല്ല ഞാൻ എഴുതിയത്, എനിക്ക് അറിയാൻ മേല ഞാൻ എഴുതിയതൊക്കെ ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഇനി എന്ത് ചെയ്യും. അപ്പം ഞാൻ ഇങ്ങനെ മനസ്സ് വിചാരിച്ചു, സാരമില്ല, മാതാവ് നോക്കിക്കോളും. ലിസണിങ്ങിനെ പറ്റി എനിക്ക് ആലോചിക്കാൻ വയ്യ, കാരണം എന്തെങ്കിലും എഴുതിയാലല്ലേ ജയിക്കത്തുള്ളൂ. അപ്പം ഞാനിങ്ങനെ വിചാരിക്കും, ഒരു വരവ് കൂടി ഇനി വരേണ്ടി വരുമായിരിക്കും. അപ്പം എൻ്റെ അടുത്ത് 2 പിള്ളേർ ഇങ്ങനെ വിഷമിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ കാശുരൂപമൊക്കെ കാണിച്ചിട്ട്, കൃപാസനത്തെ പറ്റി അറിയാവോ, അങ്ങനെ ഒരു മാതാവുണ്ട്, മാതാവിനോട് പ്രാർത്ഥിച്ചാൽ എന്തും കിട്ടും, സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാറുണ്ടോ. പിന്നെ ഞാൻ ഈ കൃപാസനത്തെ പറ്റി അവരോട് പറയുന്നത്. ആ ബാക്കിയുള്ള 3 മണിക്കൂർ ഇങ്ങനെ എല്ലാവരും ഡിസ്കഷനാണ് സ്പീക്കിങ്ങിനെ പറ്റിയൊക്കെ. ഞങ്ങൾക്ക് പറയാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളിങ്ങനെ ആദ്യമായിട്ട് കാണുമല്ലേ, ഞാൻ കൃപാസനത്തെ പറ്റിയായി പറയുന്നത് മൊത്തം. ഞാൻ എന്നിട്ട് ഒത്തിരി സാക്ഷ്യങ്ങളെപ്പറ്റി പറയുകയൊക്കെ ചെയ്തു. അപ്പം ഞാൻ പണ്ടെപ്പോഴോ സാക്ഷ്യങ്ങൾ കാണുന്ന കൂട്ടത്തിൽ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. എക്സാമിന് പോയപ്പോൾ ആ കൊച്ച് പ്രാർത്ഥിച്ചായിരുന്നു, എനിക്ക് മാതാവിനെ തന്നെ ഇൻ്റർലൊക്യൂട്ടറായിട്ട് കിട്ടണേ, റോസ്മേരി എന്നൊക്കെ പേര് ഉള്ളൊരു മാതാവിനെ കിട്ടണേ, അങ്ങനെയൊക്കെ ആ കൊച്ചിങ്ങനെ പറയുന്നുണ്ട്. അപ്പം ആ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ വെറുതെ മനസ്സ് വിചാരിച്ചു, എനിക്കും മാതാവിനെ തന്നെ കിട്ടണം ഇൻ്റർലൊക്യൂട്ടറായിട്ട്. അപ്പോൾ റോസ്മേരി എന്ന് പേരുള്ള മാതാവിനെ തന്നെ എനിക്കും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എക്സാം, അപ്പോൾ എൻ്റെ പേര് വിളിച്ചു 4:30. അപ്പം ഞാൻ എൻ്റെ റൂം തുറന്നപ്പോൾ തന്നെ സാധാരണയൊക്കെ IELTS പോകുമ്പം റൂം തുറക്കുമ്പോൾ വലിയ ആൾക്കാരൊക്കെ ഇരിക്കുന്നത്, ഇവരൊക്കെ കാണുമ്പോൾ എൻ്റെ കൈയും കാലും അങ്ങ് വിറയ്ക്കും. ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്ന പോലും അവിടെ ചെന്നാൽ മര്യാദക്ക് പറയത്തില്ല. ഫോറിനേഴ്സും ഹിന്ദിക്കാരൊക്കെ എനിക്ക് കിട്ടുന്നത്. ഇപ്രാവശ്യം വാലിൽ വന്നപ്പം എന്നേലും ചെറുതായിട്ടിരിക്കുന്ന ഒരു കൊച്ച് ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാനൊരു ദൈവമേ, ഇതാണോ OETയുടെയൊക്കെ ഇൻ്റർലൊക്യൂട്ടർ. അപ്പം എനിക്ക് സന്തോഷം. ഞാനങ്ങ് കയറി ചെന്ന് അവിടെ ഇരുന്നിട്ട് അപ്പോൾ കൊച്ചു പറഞ്ഞു, മൈ നെയിം ഈസ് റോസ്മേരി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ദേ എൻ്റെ മുന്നേ മാതാവായിരിക്കുന്നത്. പിന്നെ ഞാൻ എന്തിനാണ് പേടിക്കുന്നത്. സാധാരണ ഞാൻ കസേരയിൽ ഇരിക്കുമ്പം സ്പീക്കിങ്ങിന് ഇരിക്കുമ്പോൾ പേടിച്ചിട്ട് ഞാനിങ്ങനെ ഇപ്പം എഴുന്നേക്കാം എന്നുള്ള രീതിക്കായിരിക്കുന്നത്. മാതാവിൻ്റെ പേരായിട്ടപ്പോൾ ഞാനങ്ങ് നിവർന്നൊക്കെ അങ്ങോട്ട് ഇരുന്നു. കാരണം മാതാവിനോട് പറയാൻ പോകാമല്ലോ, അപ്പോൾ വൃത്തിയായിട്ടൊക്കെ പറയണ്ടേ. അങ്ങനെ ഞാനങ്ങ് ചിരിച്ച് സന്തോഷിച്ച് നിവർന്നിരുന്നിട്ട് കയ്യിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഉപ്പ് ഞാൻ അങ്ങോട്ടങ്ങ് വിതറി. പിന്നെ എനിക്ക് അങ്ങ് ഫുൾ കോൺഫിഡൻസ്. എന്നോട് എന്ത് ചോദിച്ചാലും ഞാനങ്ങ് മണിമണി പോലെ അങ്ങ് ആൻസർ പറയാം. അപ്പം പുറത്ത് നിൽക്കുന്ന കൊച്ചുങ്ങൾക്കൊക്കെ കേൾക്കാം. ഞാനിങ്ങനെ ആവേശത്തിൽ അങ്ങ് ഒച്ചത്തിൽ പറയുക. എനിക്ക് കിട്ടിയ 2 ക്യൂ കാർഡും ഞാൻ വീട്ടിൽ പ്രാക്ടീസ് ചെയ്തതാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ ആർക്കും കിട്ടാറില്ല റിപ്പീറ്റഡായിട്ട്. കാരണം അത് കോമൺ ആണ്. ആ ക്യൂ കാർഡ് അങ്ങനെ കോമൺ ആയിട്ടുള്ളതൊന്നും കിട്ടത്തില്ല. എനിക്ക് കോമൺ ആയിട്ടുള്ളതാണ് 2 എണ്ണവും കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് 3 മിനിറ്റ് പ്രിപ്പറേഷനൊന്നും വേണ്ട. കാരണം അതെനിക്ക് പച്ചവെള്ളം പോലെ അറിയാം. എന്ത് ആ ക്യൂ കാർഡിൽ നിന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയാം. ഞാനതങ്ങ് പറയാം. പിന്നെ എൻ്റെ ഒരു പ്രശ്നം, ക്യൂ കാർഡ് 5 മിനിറ്റ് തീർക്കണം. 5 മിനിറ്റ് ആയോ ഇല്ലയോ എന്ന് എനിക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിന്ത വരുമ്പം ഞാൻ നിർത്തിക്കളയും. അപ്പം എനിക്ക് വിക്ക് വരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ. ഇനി എന്ത് പറയണമെന്ന് ഞാൻ ഇങ്ങനെ വിൽക്കും. പക്ഷേ എൻ്റെ മുന്നേ ഇരുന്ന ആ മാതാവ് എനിക്ക് 5 മിനിറ്റ് ആവാറായെന്ന് എനിക്കിങ്ങനെ ടൈം തിരിച്ചിട്ട് 5 ആവാറായിട്ടോ ഇപ്പം നിർത്തണം എന്നുള്ള രീതിയിൽ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഞാൻ മനസ്സിലായി. അപ്പം ഞാൻ കറക്റ്റ് 5 മിനിറ്റ് നിർത്തും. പിന്നെ അടുത്ത ക്യൂ കാർഡും 5 മിനിറ്റ് നിർത്തും. എന്നിട്ട് താങ്ക് യു, നന്നായി പറഞ്ഞു എന്നൊക്കെ അവർ എന്നോട് പറഞ്ഞ് എന്നെ വിട്ടു.
ഞാൻ പുറത്തിറങ്ങിയപ്പം എൻ്റെ ദൈവം എനിക്കറിയത്തില്ല, ഞാനൊരു വലിയൊരു മഴ പെയ്തിട്ട് ഞാൻ അത് കൊണ്ടിട്ട് വന്ന പോലത്തെ ഒരു സമാധാനമായിരുന്നു. പരീക്ഷയൊക്കെ കഴിഞ്ഞു. പുറത്തിറങ്ങി പറഞ്ഞു, നന്നായി പറഞ്ഞല്ലോ, ഞങ്ങളൊക്കെ കേട്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കതൊന്നും ഓർമ്മയില്ല, എന്നോടൊന്നും ചോദിക്കരുത്, എനിക്ക് എൻ്റെ കൂടെ മാതാവ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു എന്നിങ്ങനെ പറഞ്ഞ് ഞാൻ ഇരിക്കും. അപ്പോഴും എൻ്റെ അമ്മ ഉപവസിച്ച് പുറത്ത് കൃപാസനത്തിൻ്റെ ബുക്കും പിടിച്ചിരിക്കുക. അപ്പം അമ്മയെ കാണുന്നവരൊക്കെ അമ്മയുടെ അടുത്ത് വന്നിട്ട് ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അമ്മയാണെങ്കിൽ ഒരു ഭാഗം കഴിക്കത്തില്ല, ഓരോ മണിക്കൂറും അമ്മ ഈ ഉപ്പ് കഴിച്ചുകൊണ്ടായിരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ എക്സാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പം ഞാൻ ഇങ്ങനെ മനസ്സ് വിചാരിക്കുക, ഇത്രയും വലിയൊരു എക്സാം അല്ലേ കഴിഞ്ഞ, എന്നിട്ട് ഞാൻ ഇത്രയും മണ്ടത്തരം എല്ലാ പ്രാവശ്യത്തെയും പോലെ അവിടെ പോയി കാണിച്ചിട്ടുണ്ട്. 2 മിനിറ്റ് സമയമൊന്നും നോക്കാതെ ആൻസറൊന്നും എഴുതാതിരുന്ന്. ഇനിയും ഞാൻ രണ്ടാമതൊരു എക്സാം എഴുതാൻ പോകണമല്ലോ മാതാവേ, എന്നെ ഇനി അനുവദിക്കല്ലേ എന്ന് പറഞ്ഞ് ഞാൻ എന്നും മുടങ്ങാതെ പ്രാർത്ഥിക്കും. എൻ്റെ ആത്മീയജീവിതത്തിൽ ഒത്തിരി വ്യത്യാസം വന്നായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം. അപ്പം ഞാൻ എന്നും കുർബാനയ്ക്ക് പോകും, ഞാൻ അരമണിക്കൂർ ബൈബിൾ വായിക്കും, കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലും. ഞാൻ എപ്പോഴും സാക്ഷ്യം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കാം. ഈ കൊന്ത എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ മാറ്റിയിട്ടില്ല. അപ്പം OETയുടെ പോർട്ടലിൽ അവർ ഡേറ്റ് ഇട്ടിട്ടുണ്ട്. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് എക്സാം റിസൾട്ട് ജനുവരി 9 വരത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സ് വിചാരിക്കാം, ഇനിയിപ്പോൾ ഈ എക്സാം തോറ്റാൽ ഇനി ജനുവരി 9 റിസൾട്ട് വന്നിട്ട് ഇനി അടുത്ത എക്സാമിന് ബുക്ക് ചെയ്ത് ഇനി എഴുതുമ്പോൾ പിന്നെയും ഒത്തിരി സമയം പോകുക. എനിക്കാണെങ്കിൽ 1.5 വർഷം കഴിഞ്ഞു ഞാൻ ജോലി ചെയ്യാതെ നിൽക്കുന്നത്. ഇതെങ്കിലും ഒന്ന് പാസ്സായാലേ എന്തെങ്കിലും പ്രോസസ്സിങ് തുടങ്ങിയേക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പിന്നെയും ഒന്നും കൂടെ എക്സ്പീരിയൻസ് എടുക്കണം. ഞാനപ്പം ആകെ വിഷമിച്ചു. അങ്ങനെ വിഷമിച്ച സമയത്ത് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ക്രിസ്മസ് സമാനമായിട്ട് ഈ ഡിസംബർ 25 മുന്നേ മാതാവിൻ്റെ റിസൾട്ട് തരണം. അപ്പം എൻ്റെ ട്യൂട്ടർ പറഞ്ഞു, ഇങ്ങനെയൊക്കെ വെബ്സൈറ്റിലുള്ള സ്ഥിതിക്ക് ചിലപ്പോൾ ജനുവരിയൊക്കെ ആവുമായിരിക്കും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇല്ല, മാതാവ് ചിലപ്പോൾ അതിന് മുന്നേ തരും. ഞാൻ ഇപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക്, പക്ഷെ ഞാൻ മറന്നുപോയി. ഡിസംബർ 25 മുന്നേ ഞാൻ ചോദിച്ച കാര്യം. ഇന്ന് രാവിലെ ഞാനിങ്ങനെ അമ്മയോട് വർത്താനം പറയാം, മാതാവിൻ്റെ പ്രാർത്ഥന കേൾക്കും അമ്മേ, ഞാൻ പ്രാർത്ഥിക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ടോ, ഇനിയിപ്പോൾ ഇന്ന് വേണമെങ്കിൽ റിസൾട്ട് തന്നാൽ ഇവർക്ക് എന്താ, ഇവരെന്തിനിങ്ങനെ പിടിച്ചു വെച്ചേക്കുന്നത്, ഇങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ OETയെ പറ്റി തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്ത് പെട്ടെന്ന് എനിക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നു, നിങ്ങളുടെ റിസൾട്ട് ഇതേ വെബ്സൈറ്റ് വന്നിട്ടുള്ളത്. എനിക്ക് തല കറങ്ങിയിട്ട് മേലെ, എൻ്റെ കണ്ണിലൊക്കെ ഇരുട്ട് കയറുക. ഞാനാണെങ്കിൽ പ്രത്യക്ഷീകരണം ചൊല്ലിക്കൊണ്ടിരിക്കുക, ഇടയ്ക്ക് വെച്ച് തെറ്റിയും പോകുന്നു. അപ്പോൾ ഞാൻ ഓർത്ത്, പ്രത്യക്ഷീകരണം തെറ്റിയാൽ ഇനി ചിലപ്പോൾ മാതാവ് അനുഗ്രഹിക്കത്തില്ലായിരിക്കും, ഇപ്പോൾ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും എനിക്ക് വേറെ എന്തെങ്കിലും ആയിരിക്കും, എനിക്കൊന്നും കാണാൻ മേല. എൻ്റെ റിസൾട്ട് ഓപ്പൺ ചെയ്ത് എൻ്റെ മുന്നിൽ വെച്ചേക്കാം, എനിക്ക് കണ്ടിട്ട് മനസ്സിലാകുന്നില്ല. കാരണം ഇതുവരെ പാസ്സായ റിസൾട്ട് ഞാൻ നോക്കിയിട്ടില്ല, എപ്പോഴും തോറ്റ റിസൾട്ട് മാത്രമേ നോക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് ജയിച്ചോ ഇല്ലയോ എന്ന് മനസ്സിലാവുന്നില്ല. ഞാനിങ്ങനെ നോക്കിയിട്ട് ഞാനിങ്ങനെ അമ്മയെന്ന് വിളിച്ചു. അപ്പോൾ അമ്മ വിചാരിച്ചു 3 പ്രാവശ്യം തോറ്റാണല്ലോ, അപ്പോൾ 3 പ്രാവശ്യം തലയിറങ്ങി വീഴും. അപ്പോൾ അങ്ങനെ പിടിക്കാൻ കയ്യും പിടിച്ച് നിൽക്കുക എൻ്റെ പുറകിൽ, എന്തുണ്ടേലും സഹിക്കുമോനോ എന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ അപ്പോഴത്തേക്കും ഇല്ലമ്മേ ഞാൻ ജയിച്ചു. ഞങ്ങൾക്ക് എന്തുവാ നടക്കുന്നതെന്ന് പോലും മനസ്സിലാകുന്നില്ല. ഞാൻ ഒന്നും എഴുതാത്ത ലിസണിങ്ങിന് എനിക്ക് 360 കിട്ടി, എനിക്ക് B കിട്ടി. എനിക്ക് റൈറ്റിങ് ഞാൻ മാതാവിനോട് ചോദിച്ചിട്ട് എഴുതിയ, വെറും 1/2 പേജ് എഴുതിയത് 360. ഞാൻ എന്തെഴുതിയിട്ടാന്ന് എനിക്കറിയത്തില്ല, എനിക്ക് B ഗ്രേഡ് തന്നു. സ്പീക്കിങ് മാതാവിനോട് സംസാരിച്ചുകൊണ്ട് മാതാവ് എനിക്ക് 380 തന്നു, എല്ലാം B. എനിക്ക് റീഡിങ് മാത്രം C+. എന്നാലും എനിക്ക് അയർലൻഡിൽ പോകാം. ഞാൻ പണ്ടെപ്പോഴും അയർലൻഡിൽ പോകണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചു നടന്നു. മാതാവ് അത് കേട്ടായിരുന്നു. അതുകൊണ്ട് മാതാവ് എനിക്ക് അയർലൻഡ് സ്കോർ നൽകി അനുഗ്രഹിച്ചു. ഞാൻ ഇത്രയും സമയം ഞാൻ ഒരു വെള്ളം പോലും കഴിച്ചിട്ടില്ല. ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടേ ഞാൻ എന്തെങ്കിലും കഴിക്കുമോ എന്ന് ഞാനിങ്ങനെ സാക്ഷ്യത്തിൽ ഞാൻ പറഞ്ഞിട്ട്, ഞാൻ ഇങ്ങനെ കേൾക്കുന്ന ഓരോ സാക്ഷ്യം എന്നെ അത്രയും ടച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ ഭക്ഷണം കഴിക്കത്തോളം ഞാൻ അതാ ഇവിടെ വന്നേക്കുന്നത്. ഇവിടെ എനിക്ക് ഏറ്റവും കിട്ടിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, എനിക്ക് എൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഒരാൾ എനിക്ക് പരിചയമില്ലെങ്കിൽ ഞാൻ അവരോട് മിണ്ടത്തില്ല. എനിക്ക് ഭയങ്കര പേടിയാണ് പരിചയമില്ലാത്ത ആൾക്കാരോട് മിണ്ടാൻ. ഇങ്ങനെ ഒരു സ്റ്റേജിലൊക്കെ നിന്ന് സംസാരിക്കാൻ ഞാനങ്ങ് വിറയ്ക്കുന്ന കൊച്ചാണ്. ഞാനപ്പം ഈ പത്രം കൊണ്ട് നടക്കുമ്പം എന്തും പറഞ്ഞ് കൊടുക്കും, എനിക്ക് നാണവാണ്. ഞാൻ അതുകൊണ്ടാണ് ആദ്യത്തെ ഉടമ്പടിയിൽ പത്രം എൻ്റെ വീട്ടിലിരുന്ന് പോയത്. ഞാൻ രണ്ടാമത് ഉടമ്പടിയിൽ 3 കെട്ട് പത്രം മേടിച്ചു. ഞാൻ എന്നിട്ട് ഈ ആലപ്പുഴ ടൗണിൽ കൂടെ നടന്ന് ഓരോ കടകളും കയറി ഇറങ്ങി. എനിക്ക് ആ സമയത്ത് നാണമൊന്നുമില്ല. ഞാൻ ഓടി നടന്ന് പത്രം കൊടുത്തിട്ട് പറഞ്ഞു, ഇത് വെച്ച് പ്രാർത്ഥിക്കണം, കൃപാസന അമ്മ കൂടെ വരും. ഓട്ടോ ചേട്ടന്മാരുടെ കൈ കൊടുത്തിട്ട് പറയും, ഇത് വണ്ടിയിലൊക്കെ വെക്കണം, അപകടമൊന്നും ഉണ്ടാകത്തില്ല. ഇത്രയൊക്കെ പറയാൻ എനിക്ക് അറിയത്തുള്ളൂ. എനിക്കിങ്ങനെ ഒത്തിരി ഇങ്ങനെ വചനം പ്രഘോഷിച്ച് പറയാൻ എനിക്കറിയാം. അപ്പം ഞാൻ ഇത്രയൊക്കെ ഞാൻ ഓടി നടന്ന് എല്ലാവരോടും പറയും. ഞാൻ എന്നിട്ട് ആരോടൊക്കെ സംസാരിച്ചാലും കൃപാസന അമ്മയുടെ കാര്യം പറയാതെ ഞാൻ അവരെ വിടത്തില്ല. അങ്ങനെ ഇത്രയേറെ ഞാൻ ദൈവത്തോട് അടുത്തതുകൊണ്ട് എനിക്ക് മാതാവ് ഇത്രയും വലിയൊരു റിസൾട്ട് നൽകി അനുഗ്രഹിച്ചു. രണ്ടാമത്തെ കാര്യം, ഞാനെപ്പോഴും ഒരു ഫോൺ അഡിക്റ്റാണ്. രാത്രി ഉറങ്ങുന്നതിന് മുന്നേ
ഫോൺ ഇങ്ങനെ നോക്കി 1 മണി 2 മണി ആകുമ്പോഴത്തേക്കും നിർത്തും. എന്താണ് എനിക്കും അറിയത്തില്ല, എന്തൊക്കെയോ ഡാൻസും പാട്ടും ഇതൊക്കെ തന്നെ. പക്ഷേ ഞാൻ ഇപ്പോൾ ഫോൺ തുറക്കുന്നത് സാക്ഷ്യം കേൾക്കാൻ മാത്രമാണ്. എൻ്റെ ഫോൺ എന്നെ ആരെങ്കിലും വിളിച്ചാൽ പോലും ഞാനിപ്പോൾ അറിയാറില്ല. കാരണം എനിക്ക് സാക്ഷ്യം പറയാൻ കേൾക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഇപ്പോൾ ആ ഫോൺ ഞാൻ ഉപയോഗിക്കുന്നത്. അല്ലാതെ എനിക്കിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു അക്കൗണ്ട് അതൊന്നും എനിക്കതൊന്നും ഇപ്പം എനിക്ക് എന്താ പറയുക, മാതാവ് തന്ന ആ ഒരു അരൂപിൽ എനിക്കിപ്പോൾ അതൊന്നും എനിക്ക് ഏൽക്കുന്നില്ല. ഇപ്പം എനിക്ക് എപ്പോൾ കിട്ടിയാലും എനിക്കിപ്പോൾ പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം. ബൈബിൾ വായിക്കാതെ ഉറങ്ങിയാൽ എന്തോ തെറ്റ് ചെയ്ത പോലെയാണ്. ഞാൻ ഇന്നലെ രാത്രിയും ബൈബിൾ വായിക്കാൻ ഇങ്ങനെ ഒത്തിരി ലേറ്റായി. പക്ഷെ ഞാൻ ഇല്ല, മാതാവിൻ്റെ മോട് പ്രാർത്ഥിച്ചിട്ടുള്ളതല്ലേ, ഉടമ്പടി എടുത്തല്ലേ, ഇപ്പം ബൈബിൾ വായിക്കാതെ ഉറങ്ങാം. ഞാൻ 12:30 1 മണി വരെ ബൈബിൾ വായിച്ചു, എന്നിട്ട് ഞാൻ ഉറങ്ങിയത്. അപ്പം എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ഈ അനുഗ്രഹം എനിക്ക് എല്ലാവരോടും പറയണത്. ഈ അച്ഛൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് പറഞ്ഞു. പക്ഷേ എനിക്ക് അത്ര വരെ വെയിറ്റ് ചെയ്യാൻ വയ്യ. അതുകൊണ്ടാണ് ഞാനിവിടെ വന്ന് ഇത് പറയുന്നത്. എനിക്ക് ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് ഞാൻ 1000 നന്ദി പറയും. കാരുണ്യ പ്രവൃത്തിയിലായിട്ട് ഞാൻ വഴിയരികിൽ നിൽക്കുന്ന അപ്പച്ചമാർക്ക് എൻ്റെ കയ്യിലുള്ള എത്ര രൂപയാണ് ഞാൻ അവർക്ക് പൈസ കൊടുത്തായിരിക്കും. അപ്പം അവർ ചിലപ്പോഴൊക്കെ നമ്മൾ 50 രൂപ 100 രൂപയൊക്കെ കൊടുക്കുമ്പോൾ അവർ പറയും, ഇത്രയും പൈസ എനിക്ക് എന്തിനാ എനിക്കറിയത്തില്ല എങ്ങനെ കാരുണ്യ പ്രവർത്തനം ചെയ്യണമെന്ന് എനിക്ക്. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള പൈസ ഞാൻ ഇവർക്ക് ഇങ്ങനെ കൊടുക്കുകയോ, പിന്നെ ഞാൻ എല്ലാ മാസത്തെയും പത്രം ഇവിടുന്ന് മേടിച്ച് വിതരണം ചെയ്യുകയും ഇങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ ഞാൻ അനാഥാലയത്തിൽ ആ മാസത്തിൽ ഒരിക്കലും അമ്മയായിട്ട് പോയി അരിയൊക്കെ കൊടുക്കുക. മീൻസ് അമ്മയായിരിക്കും കൂടുതലും ഇതിനൊക്കെ മുൻകൈ എടുക്കുന്നത്. ഞാൻ അമ്മയുടെ അതിൻ്റെ കൂടെ പോവാറുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യാറ്. സാക്ഷ്യം വളരെ വ്യക്തമായിട്ട് വളരെ വിശദമായിട്ടും സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ വ്യക്തിപരമായിട്ട് അത്രയും സോളിഡായിട്ടൊരു അനുഭവം ഉണ്ടാകുമ്പോഴാണ് ഈ മകളിപ്പോൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത്. ഇപ്പം റിസൾട്ട് എൻ്റെ അമ്മയും ഈ മകളും മാത്രമേ റിസൾട്ട് അറിഞ്ഞിട്ടുള്ളൂ. അപ്പം ആദ്യത്തെ 3 പ്രാവശ്യം ലഭിച്ച പരാജയത്തിൽ നിന്ന് ഈ മകൾ അല്ലെങ്കിൽ നമ്മുടെ ഉടമ്പടിയിൽ ആദ്യത്തെ അതായത് നമ്മുടെ കഴിവിനാലല്ല ദൈവത്തിൻ്റെ കൃപയാലാണെന്നുള്ള വലിയൊരു ആഴപ്പെടുത്തുന്ന ഒരു ബോധ്യം ഈ മകൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ആദ്യത്തെ ഉടമ്പടി സ്വാഭാവികമായിട്ടും അത്രയും ക്രമമായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. പിന്നീട് ഇതിൽ പ്രാർത്ഥിച്ചൊരുങ്ങി കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങിയപ്പം ഇപ്പം സാക്ഷ്യങ്ങൾ ഒരുപാട് സഹായിച്ചു എന്ന് പറയുന്നു. അല്ലെങ്കിൽ സാക്ഷ്യം കേൾക്കുന്നതിൻ്റെ ഒരു വലിയൊരു അർത്ഥമുണ്ടെന്ന് നല്ല ബോധ്യമുണ്ട്. ഏറെ പ്രത്യേകിച്ച് ഒരു കുറേ 10-60-70 വയസ്സുള്ള ഒരാൾ ഞാൻ ഫുൾ ടൈം സാക്ഷ്യം കേൾക്കുകയാണ്, ഞാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നില്ലെന്ന് പറയുന്നതും 10-20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരി ജീവിതത്തിൽ സാക്ഷ്യം കേൾക്കാൻ മാത്രമാണ് ഞാൻ മൊബൈൽ ഉപയോഗിക്കുന്നത് പറയുന്നത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പം അത്രയും ഒരു ബോധ്യത്തിലേക്ക് ഈ പ്രാർത്ഥന ഒരു ചെറുപ്പത്തിലുള്ള ഒരാളെ കൊണ്ട് എത്തിക്കുവാനായിട്ട് സഹായിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം ഈ ഒരു പ്രാർത്ഥനയിലുണ്ടെന്നുള്ളതാണ്. അത് ഏറെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് ഇവിടെ അമ്മയും മകളും ഒക്കെ കൂടുതൽ ചൊല്ലിയതായിട്ടും പറയുന്നത്. അപ്പോൾ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്, ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്താണുള്ളതെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കറിയാം. അത് ഈ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഭവം സഭ അംഗീകരിക്കണം എന്നുള്ളതാണ്. ആ പ്രാർത്ഥിക്കുമ്പോൾ ശക്തിപ്പെടുന്ന അനുഭവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം ആ പ്രാർത്ഥനയുടെ കണ്ടന്റിനെ ആശീർവദിച്ചെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്ന് ഇനി ഒന്നും അറിയത്തില്ലെങ്കിൽ അത് തന്നെ പ്രാർത്ഥിക്കാൻ പറയുന്നത്. ഇവിടെ നടക്കുന്ന സാക്ഷ്യങ്ങളൊക്കെയും ഈ ഇടത്തിൻ്റെ ഭാഗമായിട്ട് തെളിവെടുപ്പല്ല. ഇത് നമ്മളിങ്ങനെ ശേഖരിച്ച് വെക്കുന്നതും ഈ അൾത്താര ഒരു ദിവസം ലൂർദും ഫാത്തിമയും പോലെ ലോകമെമ്പാടും അറിയപ്പെടുവാനായിട്ടുള്ള അത്ഭുതങ്ങളുടെ ഒരു കലവറയായിട്ട് സഭ അംഗീകരിക്കണമെങ്കിൽ തെളിവുകൾ ആവശ്യമാണ്. ഒരു വിശുദ്ധനാകുക എന്നുള്ള പറയുന്നത് പോലെ പ്രക്രിയ പോലെ തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ആവശ്യമുള്ളൊരു പ്രക്രിയയാണ് ഒരു പക്ഷേ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അതാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇവിടുത്തെ പ്രത്യേകത. എല്ലായിടത്തും മാതാവുണ്ട്, എല്ലാം ഒരു മാതാവ് തന്നെയാണ്. പക്ഷേ മാതാവ് ഇവിടെ പറഞ്ഞിട്ടുള്ള മെസ്സേജുകൾ കൺഫേം ചെയ്ത് തരുന്നത് ഇവിടെ നടക്കുന്ന അടയാളങ്ങളാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട യുക്തിയും. ലൂർദിലും ഫാത്തിമയിലും ഒക്കെ ഇതുപോലെ അടയാളങ്ങളിലൂടെ ആ ഇടത്തെ ദൈവം കൺഫേം ചെയ്യും ഇവിടെ ദൈവസാന്നിധ്യമുണ്ട് എന്ന്. നമുക്കിപ്പോൾ തന്നെ 10,000-ലധികം സാക്ഷ്യങ്ങൾ അത് പറയുന്നവരൊക്കെയും ജീവിതത്തിൻ്റെ എല്ലാ തുറയിൽ നിന്നുള്ളവരും മതത്തിൽ നിന്നുള്ളവരും പറയുന്നുണ്ട്. അപ്പോൾ വിശ്വാസത്തോടെ തുറവിയോടെ കേൾക്കുമ്പം വിശ്വസിക്കുന്നതിലേറെ കാര്യങ്ങൾ ഇനി നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതൊന്നും ഒരു പ്രശ്നമല്ല. ഇവിടെ പറയുന്ന വ്യക്തിക്ക് സോളിഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്. ഈ മകൾ പ്രാർത്ഥിക്കുമ്പം പറയുന്നുണ്ടല്ലോ, എനിക്ക് സാക്ഷ്യത്തിൽ കേട്ട പോലെ എനിക്ക് മാതാവിനെ പോലെ ഒരു പേരുള്ളൊരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുമ്പം അതുപോലെ അതേ പേരുള്ള ഒരാളെയൊക്കെ കിട്ടുക എന്ന് പറയുന്നത് അതൊരു വിശ്വാസത്തിൻ്റെ അനുഭവമാണ്. അത് അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒന്നാണ്. ഒപ്പം അവസാനം വരെയും ദൈവം കൂടെ നിന്നുള്ള ഉറപ്പും നല്ല ബോധ്യമുണ്ട്.
ആ ഉറപ്പും ബോധ്യം വരാൻ വേണ്ടി എന്താ ചെയ്തതെന്നും അത് ചെയ്തുകൊണ്ടാണെന്നുള്ള ബോധ്യമുണ്ട്. അതിൽ പ്രാർത്ഥനയും കുമ്പസാരവും വിശുദ്ധ ബലിയും ബൈബിൾ വായനയൊക്കെ ഉണ്ട്. അപ്പോൾ ബൈബിളിലും കൂദാശകളിലൊക്കെ ഇതുപോലെ ഒരുപാട് ദൈവശക്തി ഉണ്ടെന്ന് ഒരു വ്യക്തി തിരിച്ചറിയുവാനായിട്ട് ഉടമ്പടി സഹായിക്കുന്നു. അതിനേക്കാൾ ഉപരി തിരിച്ചാണ് പറയേണ്ടത്, ഉടമ്പടി ഒരു വ്യക്തിയെ ഇതിൽ ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഉടമ്പടിയുടെ ലക്ഷ്യവും ഇത് തന്നെയാണെന്ന് ഉടമ്പടി പുതുക്കി ഒരു 3-4 പുതുക്കെങ്കിലും ആകുമ്പം ഒരു പരിധിവരെ ആളുകൾ മനസ്സിലാക്കുന്നു. യഥാർത്ഥ ലക്ഷ്യം ദൈവത്തെങ്കിലേക്കുള്ള അടുപ്പമാണ്. നിയോഗങ്ങൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ രണ്ടാമത്തേത് പോലെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ മകളുടെ ഇനി മുൻപോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇനി ഒരുപാട് അടയാളങ്ങൾ കൊണ്ട് ഒരുപാട് പേർക്ക് ധൈര്യത്തിൽ സുവിശേഷം പ്രഘോഷിക്കാൻ തക്കവിധമുള്ള വലിയ ദൈവാനുഭവങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.